ഹേ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇത്ര ദിവസം കഷ്ടപ്പെട്ടതിൻ്റെ നമ്മൾ ഇത്ര ദിവസം ആഗ്രഹിച്ച് കാത്തിരുന്ന ഒരു ദിവസമാണ് നമ്മുടെ വളകാവ് ഡേ ആണ്. രാവിലെ 4 മണിക്ക് എണീറ്റുണ്ട്. ചിക്കൻ കറിയാണ് ഞാൻ വെക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെ രാവിലെ തന്നെ സെറ്റാക്കുന്നുണ്ട്. എന്തോ പിച്ചുമ്പയിൽ ഉറക്കത്തിൽ നിന്ന് വന്നിരുന്ന് പറയുന്നുണ്ട് ഇതൊക്കെ. അത് കാരണം ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞ വോയിസൊക്കെ. അപ്പോൾ ഞാനിവിടെ ചിക്കൻ കറി വെക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ മാത്രമല്ല കേട്ടോ, എല്ലാവരും എണീറ്റുണ്ട്. എല്ലാവരും അവരവരായ പണിയിൽ ബിസിയാണ്. ഈ വളകാപ്പിനെ പറ്റി നമുക്ക് വല്ല ധാരണയൊന്നുമില്ല കേട്ടോ. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ കണ്ട് നമ്മളും ഇങ്ങനെ ആഗ്രഹിച്ച് നമുക്കും ചെയ്യണം എന്ന് തോന്നിയൊരു കാര്യം മാത്രമാണിത്. അങ്ങനെ ഒരുങ്ങി വളയൊക്കെ വെച്ച് ഷൂട്ട് ചെയ്ത് ഫോട്ടോസൊക്കെ എടുക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് നമ്മളിത് ചെയ്യുന്നത്. പിന്നെ സന്തോഷം തോന്നുന്നതൊക്കെ നമ്മുടെ വീട്ടിലോട്ട് വരുവാണ്. കല്യാണം കഴിഞ്ഞ് പോയതിന് ശേഷം എനിക്ക് തോന്നുന്നു ഇപ്പോഴായിരിക്കും ഈ ഒരു ലോങ് ടൈം നമ്മുടെ വീട്ടിൽ നിൽക്കാൻ പോകുന്നത്. അതും അതിനേക്കാൾ വലിയ സന്തോഷം. അപ്പോൾ വേഗം 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 നമ്മൾ ഓരോ പണികൾ തീർത്ത് പോകാനുള്ള കാര്യങ്ങൾ ചെയ്യുവാണേ. അപ്പോഴത്തേക്ക് അമ്മ അച്ചിങ്ങയും ക്യാരറ്റും കൂടി മെഴുക്കുള്ള പരിപാടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതും കൂടി ചെന്ന് ഷൂട്ട് ചെയ്തൊക്കെ എടുക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ ചിക്കൻ കറി ഓൾമോസ്റ്റ് സെറ്റായി വന്നിട്ടുണ്ട്. ലാസ്റ്റായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും വേപ്പിലയും കൂടിയിട്ട് കറി അങ്ങനെ ഫൈനലൈസ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഞാൻ വേഗം ഒന്ന് അടിക്കുവാണ് കേട്ടോ. ഒന്ന് അടിച്ച് വാരി തൂത്ത് ഞാൻ റെഡി ആയിട്ട് വേണം. എനിക്കിവിടെ ഒരു അമ്പലമുണ്ട്, അറുകുലസ്വാമിയുടെ. അവിടെ നിന്ന് വാർഷികമാണ്. അപ്പോൾ നമുക്ക് പരിപാടിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ രാവിലെ പോയി തൊഴുതിട്ട് വരാമെന്നോർത്ത് ഞാൻ വേഗം അടിച്ചിട്ട് വേഗം പോയി കുളിച്ചിട്ടോ. ഈ ധാവണി ശരിക്കും ഒരു സാരി ആയിരുന്നേ. സാരി വെട്ടിയിട്ട് ഞാൻ അത് പാവാടയാക്കി എടുത്താണ്. എന്നിട്ട് ഷോൾ ഞാൻ സെപ്പറേറ്റ് വാങ്ങിച്ചാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ കുറേ ആൾക്കാരുടെ ഡാൻസൊക്കെ കളിക്കുന്നത് അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ ഭംഗി നോക്കിയിട്ട് എനിക്ക് മതിയാവുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ വേഗം റെഡിയായി അമ്പലത്തിലോട്ട് പോവാണ്. അവിടെ ചെന്നപ്പോഴത്തേക്കും തുടങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നട തുറന്നിട്ടുണ്ടായിരുന്നു. വർഷത്തിൽ ഒരു ദിവസമാണ് നട തുറക്കുന്നത്. അപ്പോൾ നട തുറന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ തൊഴുതു. എന്നിട്ട് വഴിപാടിനൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നേരെ വീട്ടിൽ വന്ന് കൊണ്ടുപോകാനുള്ളതും ഒക്കെ വരുമ്പോൾ ഒക്കെ ഞങ്ങളെ തട്ടുമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിവിടുന്ന് വളയും പൂമാലയും മുല്ലപ്പൂവും കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. കുങ്കുമം കൊണ്ടുപോകുന്നുണ്ട്. നമ്മളതേ ഇവിടുന്ന് കൊണ്ടുപോകുന്നുള്ളൂ. പിന്നെ പലഹാരങ്ങളും അതൊക്കെ നോക്കി എടുത്ത് വെച്ച് പിന്നെ എനിക്കുള്ള പൂവെടുത്ത് ഞാൻ തലയിൽ വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിലേക്ക് ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവർക്ക് ഉള്ള ചായയൊക്കെ കൊടുത്തു. ഞങ്ങളെല്ലാം റെഡിയായി ഇറങ്ങാൻ പോവുകയാണ്. സമയം ഇപ്പോൾ 8 അപ്പോൾ ഓരോരുത്തരോരോ സാധനങ്ങളായിട്ട് ഇറങ്ങുവാണ്. നമ്മളിവിടുന്ന് വണ്ടിക്കാണ് പോകുന്നത്. അപ്പോൾ കുറച്ച് പേര് വണ്ടിയിലിരിപ്പുണ്ട്. നമ്മുടെ വീട്ടിൽ വന്നവരെയും കൊണ്ട് നമ്മൾ ഇറങ്ങുവാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു അരമണിക്കൂർ ഇല്ല കേട്ടോ അക്കയുടെ വീട്ടിലേക്ക്. പക്ഷേ ഇവിടെ ഭയങ്കര ബ്ലോക്കൊക്കെ ചെയ്ത് കാരണം നമ്മൾ ആ സമയത്തിന് ഇറങ്ങണം, എന്നാലേ അവിടെ എത്തത്തുള്ളൂ. നമുക്ക് സമയമില്ല കേട്ടോ. നമുക്ക് അവിടെ നിന്ന് 11:40 ഇറങ്ങി 12:25 ഇവിടെ കയറണമെന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വേഗം തന്നെ ഇവിടുന്ന് പുറപ്പെട്ടു. പക്ഷേ വിചാരിച്ചപ്പോൾ നമുക്കങ്ങനെ ബ്ലോക്കൊന്നും കിട്ടില്ല കേട്ടോ. നമ്മൾ വേഗം തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. സാധനങ്ങളൊക്കെ എടുത്ത് നമ്മളങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ എല്ലാവരും റെഡി ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. റെഡി ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം 8:30-9 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. 9 മണി ആയിട്ടില്ല നമ്മളോട് എത്തിയപ്പോഴത്തേക്കും. പണിക്ക് മുന്നേ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ എല്ലാവരും റെഡി ആവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ചെന്നപ്പോഴത്തേക്കും ദീപ്തിയുടെ നിന്ന് അവിടെ വേണ്ട സാധനങ്ങളൊക്കെ സെറ്റാക്കുന്നുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചതിനേക്കാളും ഭയങ്കര അടിപൊളിയായിട്ടോ വളകാപ്പിൻ്റെ ആ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം റെഡിയായി നമ്മൾ ചടങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അവിടുത്തെ അമ്മ വിളക്ക് കൊളുത്തിയിട്ടാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്.
നമ്മുടെ ചടങ്ങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ എല്ലാവരും കൂടി ഇവിടുന്ന് പോയി എല്ലാവരും കൂടി ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ബീഫും ആയിരുന്നു കേട്ടോ നമുക്ക് രാവിലെ കഴിക്കാനുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വേഗം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നു. അക്കൊക്കെ എടുത്തു കൊടുത്തു. നമ്മളും കുറേ സെപ്പറേറ്റ് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പറ്റുമെങ്കിൽ ഈ വീഡിയോൻ്റെ അവസാനം ഞാൻ ഫോട്ടോസ് ആഡ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചടങ്ങ് പോലെ ഫുഡ് കഴിച്ചിട്ടൊക്കെ ചോറരി ആഹാരം കഴിച്ചിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങാവുള്ളുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതെടുത്തിട്ട് നമുക്ക് വേഗം ചോറ് കഴിക്കാൻ പോകണം. അപ്പോൾ എല്ലാം കുറച്ച് സ്പീഡിലാട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ ഒക്കെ കൊണ്ട് ചോറ് കൊടുക്കാനുണ്ടായിരുന്നത്. അങ്ങനെ അവിടുത്തെ ഉണ്ടായിരുന്ന ചേട്ടന്മാരൊന്നും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ രാവിലത്തെ. അപ്പോൾ അവരും കൂടി രാവിലത്തെ ഫുഡും കഴിക്കുന്നുണ്ട്, ചേച്ചി അരിയത്തിന് ചോറും കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഞാൻ എല്ലാവരും വെറുപ്പിക്കുന്നുണ്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. എൻ്റെ പൊട്ടത്തരം കേട്ട് എല്ലാവരും ചിരിക്കുന്നത്. അങ്ങനെ അവരെ കുറച്ച് നേരം വെറുപ്പിച്ച് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം അവിടെ റിലാക്സ് ആയി ഇരുന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാം കുറച്ച് സ്പീഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇറങ്ങാറായപ്പോഴത്തേക്കും കുറച്ച് സമയം അധികം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരോടൊക്കെ സംസാരിക്കുന്നുണ്ട്. ഫോട്ടോസ് എടുക്കാത്തവരൊക്കെ വീണ്ടും ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറേ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫൈനലായിട്ടുള്ള കാല് തൊട്ട് തൊഴുകൽ ചടങ്ങിലേക്കാണ് ഇനി പോകുന്നത്. അവരെല്ലാവരുടെയും ബ്ലെസ്സിങ്ങോട് കൂടി ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോരുത്തരായിട്ട് വന്ന് ഇങ്ങനെ കാലൊക്കെ തൊട്ട് തൊഴുത് അപ്പോഴത്തേക്കും അമ്മ വന്നിട്ട് അക്കയുടെ സാരത്തുമ്പിൽ കാശ് ഇങ്ങനെ കൊടുക്കും കേട്ടോ. അങ്ങനെ കൊടുത്തിട്ടാണ് ഇറങ്ങുന്നത്. അങ്ങനെ എല്ലാവരും വന്ന് കാലൊക്കെ തൊട്ട് തൊഴുത് എല്ലാവരുടെ അനുഗ്രഹത്തോടുകൂടി നമ്മൾ ഇറങ്ങുകയാണ്. അവിടെ നിന്ന് കറക്റ്റ് സമയത്ത് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ എത്തി. അപ്പോൾ വേഗം ഞാനും അമ്മയും കൂടി വീട്ടിലോട്ട് ഓടുവാണ്. മറ്റേ ആരത്തട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഇനി 4 മിനിറ്റ് കൂടിയായിട്ടുള്ളൂ വീട്ടിലോട്ട് കയറാൻ വേണ്ടി ഉള്ളത്. ഞാനും അമ്മയും കൂടി വേഗം ചെന്ന് ആരത്തട്ട് സെറ്റ് ചെയ്ത് വെച്ച്. അപ്പോൾ അവർ വരുമ്പോൾ തന്നെ നമുക്ക് സ്വീകരിച്ചകത്തോട്ട് കയറ്റാമല്ലോ അതിന് വേണ്ടിയിട്ട്. അങ്ങനെ കറക്റ്റ് സമയത്ത് തന്നെ അക്കനകത്തോട്ട് കയറ്റാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഡ്രസ്സൊക്കെ മാറി എല്ലാവരും കൂടിയിട്ടൊക്കെ സംസാരിച്ചിരിക്കുകയാണ്. നമ്മൾ രാവിലെ ഫുഡൊക്കെ റെഡിയാക്കിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. വന്നപ്പോൾ തന്നെ എല്ലാവർക്കും ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കഴിച്ച് പോയിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ കഴിക്കുന്നത് ഒരു 2-3 മണിയായിട്ടുണ്ട് കേട്ടോ. സത്യം ഒട്ടും വിശപ്പുണ്ടായിരുന്നില്ല. പിന്നെ കഴിച്ചു. ഫുഡ് കണ്ടപ്പോൾ പിന്നെ കഴിക്കണമല്ലോ. അങ്ങനെ കഴിച്ചു. അപ്പോൾ സഞ്ചാരം അവിടെ നിന്ന് പലഹാരം കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് രാവിലെ പോയി അറുകുലച്ചൻ്റെ അമ്പലത്തിലോട്ടാണ്. ദാഹം വെപ്പുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ അവിടെ ചെന്ന് അതൊക്കെ കണ്ട് തൊഴുത് അവിടെ നിന്ന് നമ്മൾ ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയും ചൂരക്കറിയും ചിക്കൻ ഇറച്ചൂട്ടൊക്കെ ആയിരുന്നു. അതൊക്കെ കൂടി ഫുഡ് കഴിച്ചു. ഒരു അടിപൊളി ഡേ ആയിരുന്നു. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ടായി. ഒരുപാട് സന്തോഷം തന്നൊരു ദിവസമായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീട്ടിൽ കാണുന്നവരെ ബൈ.